ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 62ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ദേവ തൻ്റെ മോതിരവിരലിൽ കൊണ്ട് കുങ്കുമം എടുത്ത് നല്ല കട്ടിയിൽ ദേവതയുടെ നെറുകയിൽ തൊട്ടുകൊടുത്തു. ശേഷം പൂവെടുത്ത് അവളുടെ മുടിയിൽ വെച്ചു. ശേഷം തിരുമേനി താലം ശിവയ്ക്ക് നേരെ നീട്ടി. ശിവ വേണോ വേണ്ടയോ എന്ന രീതിയിൽ ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവളുടെ നെറുകയിൽ തൊട്ടു പൂവും വെച്ചു കൊടുത്തു. ദേവുവിനും പാർവണയ്ക്കും ഇലച്ചീന്തിലുള്ള പ്രസാദം കൊടുത്തതിന് ശേഷം തിരുമേനി അകത്തേക്ക് തന്നെ പോയി. ഇവരൊക്കെ എന്തെങ്ങനെ? ഒരാളുള്ള കുങ്കുമം മൊത്തം നെറ്റിയിൽ വാരി പൊത്തിയിട്ടുണ്ട്. വേറൊരാളാണെങ്കിൽ കുങ്കുമം വല്ല പൈസയും കൊടുത്ത് വാങ്ങിയപ്പോൾ പിശിക്കാണ് ഇട്ടിരിക്കണേ. പാർവണ ശിവയും ദേവയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതെന്താ ശിവ നീ ഇങ്ങനെ? ദേ ഇലച്ചീന്തലുള്ള കുങ്കുമം ഉണ്ട്, അത് തുമ്പിക്കിട്ട് കൊടുത്തേ. ദേവ കയ്യിലെ പ്രസാദം നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊക്കെ മതി, ഇതൊക്കെ തൊട്ടിട്ട് ആരെ കാണിക്കാനാ? ശിവമുഖം തിരിച്ചോണ്ട് പറഞ്ഞു, ഓ എനിക്കല്ലെങ്കിലും വേണ്ട, എനിക്ക് താലയിലും കുങ്കുമത്തിലൊന്നും പണ്ടേ തൊട്ട് വിശ്വാസമില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കൊന്നാണല്ലോ. പിന്നെ പാർവണയ്ക്ക് തീരെ അസൂയില്ലാത്തത് കൊണ്ടും അവൾ മുഖം തിരിച്ച് പുച്ഛത്തോടെ നടന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല തുമ്പി, ഓരോന്നിനും അതിൻ്റെതായ മഹത്വമുണ്ട്. രേവതി പറഞ്ഞു, അതൊക്കെ വെറുതെയാണ്. ഒരു താലിയും കുറെ സിന്ദൂരം തൊട്ട് നടന്ന് വെച്ച ഇല്ലാത്ത സ്നേഹം ഉണ്ടാവുന്നില്ലല്ലോ. പാർവണ ശിവയെ നോക്കിയാണത് പറഞ്ഞത്. ഈ താലിയും സിന്ദൂരവും ഇഞ്ചിയും എല്ലാം നമ്മുടെ ആചാരങ്ങളിലെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിന് സയന്റിഫിക് ആയിട്ട് ഒരു വശം കൂടി ഉണ്ട്. ദേവ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ? രേവതി ആകാംക്ഷയോടെ ചോദിച്ചു. മംഗലസൂത്രം അഥവാ താലി ധരിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തിന്റെ വികാസത്തിന് സഹായിക്കുന്നു. പിന്നെ താലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്യുവർ ഗോൾഡാണ്. താലി ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അത് കോസ്മിക് തരംഗങ്ങളെ ആഗിരണം ചെയ്യും. ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല രീതിക്ക് ആക്കുകയും ചെയ്യുന്നു. അത് ശരീരത്തിന്റെ രക്തയോട്ടം ക്രമപ്പെടുത്തുകയും ധരിക്കുന്ന വ്യക്തിക്ക് പോസിറ്റീവ് എനർജി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കുങ്കുമോ? രേവതി തന്നെയാണ് അത് ചോദിച്ചത്. കുങ്കുമം നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണ്. അത് ഭാര്യാഭർത്ത ബന്ധത്തിന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീ കുങ്കുമം ധരിക്കുന്നതിലൂടെ ദീർഘസുമംഗലിയായിരിക്കും എന്നാണ് വിശ്വാസം. ദേവ ഓരോന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവൻ പറയുന്നത് കേട്ട് രേവതിയും പാർവണയും പിന്നാലെയാണ് നടന്നിരുന്നത്. അപ്പം മിഞ്ചിയോ ദേവേട്ട? അത് ഞാൻ പറഞ്ഞുതരാം ദേവു, ഇതൊക്കെ സിമ്പിൾ അല്ലേ. മിഞ്ചി ഒരു സിൽവർ കളറിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കാലിലിട്ടാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. പിന്നെ കാലിന്റെ വിരലിലിടുന്നതിനാല് വഴുക്കുള്ള സ്ഥലങ്ങളിൽ ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കും. കാരണം കാര്യമായിട്ട് രേവതിയോട് പറഞ്ഞു. മണ്ടത്തര എഴുന്നള്ളിക്കാത്ത വായടച്ച് നേരെ നോക്കി നടക്കടി. ശിവ ദേഷ്യത്തിൽ പറഞ്ഞു. മണ്ടത്തരം പറയുന്നത് നിന്റെ മറ്റവളാ. പാർവണ പതിയെ ശിവ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അവർക്കിടയിൽ അടുത്ത അടിക്കുള്ള ഒരു സ്കോപ്പ് കാണുന്നുകൊണ്ട് രേവതി ദേവിയോടൊപ്പം മുന്നിൽ നടന്നു. അവർക്ക് പിന്നാലെ കുറച്ച് അകലം വിട്ട് പാർവണയും ശിവയും. ഇതമ്പലായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ വായിലുള്ള നീ കേൾക്കായിരുന്നു. ശിവ പാർവണയെ കണ്ണുപറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒന്ന് പോടച്ചേക്ക അവിടുന്ന്, വെറുതെ തല്ലുകൂടാൻ ഓരോന്നും പറഞ്ഞോളൂ. ഞാനാണ് വഴക്കിട്ടത്, നീയല്ലേ? ശിവ ചോദിച്ചു. അതെ, നീ തന്നെയാണ് വഴക്കിട്ടത്. നീ എന്തിനാണ് ഞാൻ പറയുന്നത് മണ്ടത്തരാന്നൊക്കെ പറഞ്ഞേ? പിന്നെ മണ്ടത്തരം പറയുമ്പോ ഞാൻ എന്താ വിളിക്കേണ്ട നിന്നെ? ബുദ്ധിമതിന്നാ? താൻ കുറെ നേരമായില്ല തന്നെ ഓരോന്ന് പറയണോ. എന്നാ നീ പറ, എന്തിനാ മിഞ്ചി ഉപയോഗിക്കണേ? പാർവണ അവന് മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. മിഞ്ചി സാധാരണയായിട്ട് കാലിലെ രണ്ടാമത്തെ വിരലിലാണ് ഇടണത്. രണ്ടാമത്തെ കാൽ വിരലിൽ നിന്നുള്ള ഒരു നാഡി ഗർഭപാത്രത്തെ ബന്ധിപ്പിച്ച് ഹൃദയത്തിലൂടെ കടന്നു പോകുന്നു. കാൽ വിരലുകളിലൂടെ വളയങ്ങൾ ധരിക്കുന്നത് ഗർഭാശയത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിലൂടെ സ്ഥിരമായ രക്തയോട്ടം നിയന്ത്രിക്കുകയും മെൻസ്ട്രൽ സൈക്കിൾസ് സാധാരണയാകുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിനക്കറിയോ ശിവ? ശിവ പറയുന്നത് കേട്ട് അവൾ അത്ഭുതത്തോട് ചോദിച്ചു. ഇത് മാത്രമല്ല, മൂക്കുത്തി, പാദസരം, മരഞ്ഞാണം, വള എന്നിവയ്ക്കെല്ലാം ഓരോ സയന്റിഫിക് വശങ്ങളുണ്ട്. ഈ മൂക്കുത്തിക്ക് എന്താ ഉള്ളേ? പാർവണ തന്റെ മൂക്കുത്തിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. മൂക്കുത്തി അണ്ഡാശയത്തെ ശക്തിപ്പെടുത്തുന്നു. അതുവഴി ഒരു സ്ത്രീയുടെ ലൈംഗികതയിൽ നല്ല മാറ്റങ്ങളും അവളുടെ ശരീരത്തെ പ്രസവത്തിന് അനുകൂലമായ സാഹചര്യങ്ങളും കൊണ്ടുവരുന്നു. ഒരു പെൺകുട്ടി വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ മൂക്കുത്തി ധരിക്കാനും മിക്ക ആചാരങ്ങളും നിർബന്ധിക്കേണ്ട കാരണം ഇതാണ്. അപ്പോ അരഞ്ഞാണത്തിന്റെ സയന്റിഫിക് എന്താ? അവൾ നഖം കടിച്ചോണ്ട് നാണ അഭിനയിച്ചോണ്ട് ചോദിച്ചു. Well, it helps to regulate the menstrual periods and provide the relief from the menstrual cramps. അപ്പൊ പാദസരോ?
അവൾ ശിവയ്ക്കൊപ്പം നടന്നുകൊണ്ട് സംശയം ചോദിക്കുക തന്നെയാണ്. അത് എനർജി എല്ലാം കൊടുക്കും. എന്നാൽ എനിക്കും വേണം ശിവ പാദസരം, എനിക്കും കാലിലിടണം. പാർവണ ശിവയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു. നിന്റെ കാലിൽ പാദസരല്ല ചെങ്ങലയിടുന്നുണ്ട്, എന്നിട്ട് ഒരു ഇരുട്ട് റൂമിൽ പൂട്ടിയിടാം. അത് പറഞ്ഞ് തൻ്റെ കയ്യിൽ പിടിച്ച് പാർവണ കൈ തട്ടി മാറ്റി അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഇയാളുടെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ തന്നെയായിരിക്കും. പാർവണ പേര് കൊടുത്തുകൊണ്ട് അവനെ പിന്നാലെ നടന്നു. അമ്പലം ഒരു തവണ പ്രദക്ഷിണം ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു പോകുമ്പോഴും ശിവ തന്നെയാണ് കാർ ഓടിച്ചത്. കോ ഡ്രൈവർ സീറ്റിൽ പാർവണയും ബാക്ക് സീറ്റിൽ ദേവേൻ്റെ രേവതിയാണ് ഇരിക്കുന്നത്. ദേവ തൻ്റെ കൈ രേവതിയുടെ കയ്യിൽ കോർത്തു പിടിച്ചാണ് ഇരിക്കുന്നത്. അവരുടെ ആ സ്നേഹം കണ്ട് പാർവണിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. ഇന്നെന്തായാലും നീ ലീവല്ലേ, നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ ശിവ, ദേവ ചോദിച്ചു. അതിനെ കേട്ടാ ഞാനിത് പറയാനിരിക്കുന്നു, നമുക്ക് ബീച്ചിൽ പോവാം, പാർവണ സന്തോഷത്തോടെ പറഞ്ഞു. ഈ നട്ടപ്പുറ വെയിലത്ത് ബീച്ചിൽ പോയി നിനക്കെന്താ വല്ല വട്ടുണ്ടാ, ഓൺ ദ സ്പോട്ട് ശിവ പറഞ്ഞു. ഞാനിപ്പോൾ പോകുന്ന കാര്യമല്ല, വൈകുന്നേരം പോകുന്ന കാര്യം പറഞ്ഞേ, പാർവണ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ പോയിട്ട് വാ. മാത്രമല്ല രാമച്ചനെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ വരും, അപ്പൊ ഞാൻ അവിടെ വേണം. അതിനെന്താ, ഡോക്ടർ ഉച്ചയ്ക്ക് മുമ്പ് വന്ന് പോവാല്ലോ, നമുക്ക് വൈകുന്നേരം പോവാം, ദേവ പറഞ്ഞു. ശിവ അത് കേട്ടൊന്നും മിണ്ടാതിരുന്നു. ഇങ്ങനെ മഴ ചെയ്യുന്ന പോലെ പോവാതെ ഒന്ന് വേഗത്തിൽ ഓടിക്ക് ശിവ, എനിക്ക് വിശക്കാൻ തുടങ്ങി, പാർവണ കൈ വയറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കാറാണ്, അല്ലാതെ വിമാനമൊന്നല്ല സ്പീഡിൽ പോവാൻ. ഇതാണ് ഈ കാറിന് മാക്സിമം സ്പീഡ്. ഇനി അതല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി തരാം, നീ ഓടിച്ച കാറ്. ശിവയുടെ വായിൽ നിന്നും കേൾക്കേണ്ടത് കിട്ടിയപ്പോൾ പാർവണ ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാരിയിരുന്നു. കാറ് മുന്നോട്ട് പോയി കുറച്ച് ദൂരം കഴിഞ്ഞതും ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞു. അത് കണ്ട് ശിവ കാറ് നിർത്തി. അയ്യോ, ഇതൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോ വീടെത്താനാ, അപ്പോഴേക്കും ഞാൻ വിശന്നു ചാവുന്ന തോന്നണേ, പാർവണ പിറുപുറത്തുകൊണ്ട് പറഞ്ഞു. അതേസമയം തന്നെ കാറിന്റെ തൊട്ടപ്പുറത്തായി ഒരു ബൈക്കിൽ ഒരു കപ്പിൾസ് വന്നു നിന്നു. പാർവണ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എന്ത് രസമായിരിക്കും ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ. ഇവിടെ ഒരു കാലമാടമുണ്ട്, സ്നേഹിച്ചില്ലെങ്കിൽ ഒന്ന് വഴക്കെങ്കിലും പറയാതിരുന്നൂടെ, ഏത് സമയം മനുഷ്യൻ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. അതേസമയം ആ കപ്പിൾസിന്റെ ബൈക്ക് മുന്നോട്ട് പാഞ്ഞതും എതിരെ വന്ന ലോറിയിൽ തട്ടി ബൈക്ക് ആ കപ്പിൾസും റോഡിലേക്ക് തെറിച്ചു വീണത് ഒരുമിച്ചായിരുന്നു. അത് കണ്ടതും ശിവ വേഗം കാറിൽ നിന്ന് ഓടി ഇറങ്ങി. അവന് പിന്നാലെ ദേവയും പാർവണയും രേവതിയും പുറത്തേക്ക് ഇറങ്ങി. ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് നിന്ന് ശിവ ഫോണിൽ ആരെയോ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒപ്പം ആക്സിഡന്റ് സംഭവിച്ച ആ കപ്പിൾസിന് ഫസ്റ്റ് എയ്ഡും കൊടുക്കുന്നുണ്ട്. പാർവണ റോഡിലേക്ക് ഇറങ്ങി അവരുടെ അടുത്തെത്തിയതും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത്. അത് കണ്ടതും അവൾക്ക് ആകെ തല ഇറങ്ങുന്ന പോലെ തോന്നി. എന്താ പറ്റിയേ, അവളെ കണ്ട് ദേവ ചോദിച്ചു. തല ഇറങ്ങണ പോലെ, അത് പറഞ്ഞതും ദേവ അവളെയും കൊണ്ട് കാറിനരികിലേക്ക് നടന്നു. ബാക്ക് ഡോർ തുറന്ന് അവളെ ബാക്ക് സീറ്റിലേക്ക് കടത്തി. അപ്പോഴേക്കും അവിടെ ആകെ ബഹളമായിരുന്നു. ആംബുലൻസുകളുടെയും വണ്ടികളുടെയും ഹോണടിയും എല്ലാം കൂടെ പാർവണയ്ക്ക് ആകെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആംബുലൻസ് വന്നതും അവരെ അതിനുള്ളിലേക്ക് കയറ്റി ശിവ കാറിനരികിലേക്ക് വന്നു. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ, ശിവ കാറിൻ്റെ കീ ദേവിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അല്ല, പാർവണി ഇവിടെ? ചുറ്റും പാർവണയെ കാണാതായപ്പോൾ ശിവ ചോദിച്ചു. പെട്ടെന്ന് ബ്ലഡ് കണ്ടുകൊണ്ട് തല ചുറ്റാന്ന് പറഞ്ഞിട്ട് കയറി കിടക്കണു, ബാക്ക് സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശിവൻ നേരെ അവളുടെ അരികിലേക്ക് ചെന്ന് കാർ ഡോർ തുറന്ന് അവളെ നോക്കി. പാർവണ കണ്ണടച്ച് കിടക്കായിരുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ, ഞാൻ അവരുടെ ഒപ്പം പോവാ, ദേവയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നേരെ ആംബുലൻസിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ ആംബുലൻസ് മുന്നോട്ടെടുത്തു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവിടെ വണ്ടികളെ കൊണ്ടാകെ നിറഞ്ഞിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ദേവ കാർ മുന്നോട്ടെടുത്തത്. വീട്ടിലെത്തിയതും പാർവണ നേരെ മുറിയിൽ പോയി കിടന്നു. വിശപ്പെല്ലാം കെട്ടതുപോലെ അവൾക്ക് തോന്നി. കണ്ണടയ്ക്കുമ്പോൾ ചോരയിൽ കുളിച്ച പയ്യന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. അവൾ കുറച്ചു നേരം ബെഡിൽ തന്നെ കിടന്നു. പാർവണ, ശിവ അവളെ തട്ടി വിളിച്ചപ്പോൾ പാർവണ പതിയെ കണ്ണു തുറന്നു. നീ എപ്പോഴാണ് വന്നേ ശിവ, അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു. ഞാനിപ്പോൾ എത്തിയതുള്ളൂ, നിനക്ക് കുറഞ്ഞില്ലേ, ശിവ അവളുടെ അരികിലിരുന്നുകൊണ്ട് ചോദിച്ചു. ആ, കുറവുണ്ട്. നീ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാൻ തോന്നിയില്ല. എന്നാ വാ, ഞാനും കഴിച്ചിട്ടില്ല, ഒപ്പം കഴിക്കാം.
അത് പറഞ്ഞ ശിവ താഴേക്ക് പോയി. അവന് പിന്നാലെ പാർവണിയും നടന്നു. ഡൈനിങ് ടേബിളിൽ ദേവി അമ്മയും രേവതി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശിവ കൂടെ വന്നത് അമ്മ അവർക്കുള്ള ഭക്ഷണം വിളമ്പി. എന്നാലും ശിവ അമ്പലത്തിൽ കയറി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാം പാർവണമോള് വന്നപ്പോൾ മാറ്റാണ്, അമ്മ ശിവയെ നോക്കി പറഞ്ഞു. പക്ഷെ പാർവണ എങ്ങനെയാണ് ശിവയെ അമ്പലത്തിൽ ഉള്ളിലേക്ക് കയറ്റിയെന്നും ശിവയ്ക്കും ദേവതയ്ക്കും മാത്രമല്ല അറിയുള്ളൂ. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഹാളിൽ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ഓർത്തേ കാറിൽ നിന്നൊരു സാധനം എടുക്കാൻ മറന്നു. അത് പറഞ്ഞ ശിവ പുറത്തേക്ക് പോയി. ദേവ നീയും കൂടി ഒന്ന് വാ. അത് പറഞ്ഞ ദേവയെ വിളിച്ചാണ് ശിവ പുറത്തേക്ക് പോയത്. കുറച്ചു കഴിഞ്ഞ കയ്യിൽ കുറെ ബുക്കുകളായി കയറി വരുന്ന ശിവയെ കണ്ടതും അവർ ഞെട്ടി. ഇതെന്താ ഇവിടെ വല്ല ലൈബ്രറി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാ? ബുക്കുകൾ കണ്ട് രേവതി ചോദിച്ചു. ഇതൊക്കെ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ശിവ ബുക്കുകളെല്ലാം കണ്ട് പാർവണിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടിയോ? എനിക്കെന്തിനാ ഇത്രയും ബുക്കുകളൊക്കെ? അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്ക് എക്സാം ആയില്ലേ, അതിന് പഠിക്കണ്ടേ? ശിവ കൈ കെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. അതിനെനിക്ക് ഒരു എക്സാം ഉള്ളോ? അതിനൊരു ബുക്ക് പോരെ, പിന്നെ ഇതിന് ഇത്രയും ബുക്ക്? ഇത് കുറച്ച് ജനറൽ നോളജ് ആണ്. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വായിക്കി, അങ്ങനെയെങ്കിലും കുറിച്ച് ബുദ്ധി വെക്കട്ടെ. നിന്റെ മണ്ടത്തരം കൊണ്ട് എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ശിവ അത് പറഞ്ഞ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. അതുകൊണ്ട് പാർവണ ശിവയെ കണ്ണുരുത്തി ഒന്ന് നോക്കി. ഇനി എക്സാം കഴിയുന്ന വരെ നീ ഇവിടെ ദേവുവിന്റെ ഒപ്പം നിന്നാ മതി. ഇവിടെ ഒറ്റയ്ക്കാകുമ്പോ നീ ഒന്നും പഠിക്കില്ല, ശിവ പാർവണയെ രേവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ നിന്റെ കൂടെ വരും, ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചോളാം. ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും നിന്നെ വിശ്വാസമില്ല തുമ്പി. നിന്നെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നീ എക്സാം കഴിയുന്നവരെ ഇവിടെ നിൽക്കുകയാണ് നല്ലത്. ശിവ പിന്താങ്ങിക്കൊണ്ട് രേവതിയും പറഞ്ഞു. എന്നാൽ ശിവയോട് പോവാതെ ഇവിടെ തന്നെ നിൽക്കാൻ പറയേ, എന്നാൽ ഞാനിവിടെ നിൽക്കാം, പാർവണ ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഞാൻ നാളെ രാവിലെ തിരിച്ചു പോകും, നീ ഇവിടെ നിൽക്കും. നോക്കുതേവട്ടെ ഇവനെന്നിങ്ങനെ, പാർവണ ശിവയെ നോക്കി പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യാം, പാറു എൻ്റെ ഒപ്പം പൊക്കോട്ടെ. അവൾ അവിടെ ഇരുന്ന് നല്ല കുട്ടിയായി പഠിക്കും, അല്ലേ പാറു? അതെ, ഞാൻ പഠിക്കാം. പിന്നെ അവിടെ ശിവയുണ്ടല്ലോ, അവൻ നിന്നെ പഠിപ്പിച്ചോളും. അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോണ്ട്. ദേവ അത് പറഞ്ഞു. പാർവണ പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പഠിപ്പിക്കുന്ന പേര് പറഞ്ഞിട്ട് വേണം അയാൾക്ക് അതിന്റെ പേരിൽ ഇനി വാക്ക് പറയാൻ. ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, എനിക്കറിയാൻ പഠിക്കാൻ, പാർവണ മനസ്സിൽ വിചാരിച്ചു. ദേവേട്ടാ നമ്മളെപ്പോഴാണ് ബീച്ചിലേക്ക് പോണേ? വിഷയം മാറ്റാനായിട്ട് പാർവണ ചോദിച്ചു. അത് വെയിലൊക്കെ പോയിട്ട് ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. ബീച്ചിലേക്ക് പോകുമ്പോൾ തീരുമാനിക്കാൻ വരട്ടെ. ആദ്യം നീ 2 അക്ഷരം ഇരുന്ന് പഠിക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബീച്ചിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത്, രേവതി പാർവണയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും പാർവണ രേവതിയെ കണ്ണൂറ്റി നോക്കിയിരുന്നു. ദേവ് പറഞ്ഞു ശരിയാ, നീ ആദ്യം പോയിരുന്ന് പഠിച്ച് തുടങ്ങ് പാറു, അടുത്ത ആഴ്ച എക്സാം അല്ലേ, അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട, ദേവ് പറഞ്ഞു. ഇപ്പൊ ഉച്ച സമയമായില്ലേ, ഇപ്പൊ പഠിച്ച എനിക്ക് ഉറക്കം വരും, ഞാൻ രാത്രി പഠിക്കാം, പാർവണ പറഞ്ഞു. അതൊന്നും പറ്റില്ല, നീ പഠിച്ചാൽ മാത്രമേ ഇന്ന് ബീച്ചിൽ പോവുള്ളൂ, അത് പറഞ്ഞ ശിവയായിരുന്നു. ശിവയോട് തർക്കിച്ച് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടും ബീച്ചിൽ പോകണമെന്നുള്ളത് കൊണ്ടും പാർവണ ഒന്നും മിണ്ടാതെ ശിവ കൊണ്ടുവന്നു വെച്ച പുസ്തകങ്ങളിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള പുസ്തകം മാത്രം എടുത്ത് മുകളിലേക്ക് നടന്നു. സ്റ്റെയർ പകുതിയോളം കയറിപ്പോയ പാർവണ അതേപോലെ തിരികെ വന്നു. എനിക്ക് ഈ ബുക്കൊന്നും വേണ്ട, ഇതൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുത്തോ, ശിവ കൊണ്ടുവന്ന മറ്റു ബുക്കുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി. നീ എന്തിനാണ് ഇത്രയും ബുക്കുകളൊക്കെ വാങ്ങിയേ? ദേവ ചോദിച്ചു. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ല, എനിക്ക് റീഡ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാ, ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. റൂമിലെത്തിയ പാർവണ കുറച്ചു നേരം പഠിച്ചു നോക്കിയെങ്കിലും ടച്ച് വിട്ടുപോയ കാരണം എന്തോ ഒന്നും തലയിൽ കയറുന്നില്ല. സമയമാണെങ്കിൽ പോകുന്നുമില്ല. അവൾ താടിക്ക് കൈയും കൊടുത്ത് സ്റ്റഡി ടേബിളിലിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞും ബുക്കുകളുമായി ശിവ മുകളിലേക്ക് വന്നു. അത് കണ്ടതും പാർവണ പഠിക്കുന്ന പോലെ കാണിക്കാൻ തുടങ്ങി. നോക്കട്ടെ എത്ര ടോപ്പിക് കവർ ചെയ്തു, ശിവ അവളുടെ ബുക്കിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ താഴെ നിന്ന് ഇവിടേക്ക് വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേക്കും എന്ത് പഠിച്ചു കഴിയണേ? 10 മിനിറ്റ് കഴിഞ്ഞില്ലേ, എന്നിട്ടൊന്നും കഴിഞ്ഞില്ലേ, ശിവ സംശയത്തോടെ ചോദിച്ചു. ഞാൻ എന്തിരുന്നല്ല, ഒറ്റയടിക്കെല്ലാം ഒരുമിച്ച് പഠിച്ചിരുന്ന് തീർക്കാൻ. ശരി ശരി, എന്നെ പറ്റിക്കാനാണ് നിന്റെ പരിപാടി എങ്കിൽ അത് നടക്കില്ല. 2 മണിക്കൂർ ടൈം തരാം, അതിനുള്ളിൽ മാക്സിമം ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഞാൻ വന്ന് ചെക്ക് ചെയ്യും, നീ ആൻസർ പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബീച്ചിലേക്ക് പോവുള്ളൂ, അത് പറഞ്ഞ് ശിവ താഴേക്ക് പോയി. ഈ കാലനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, എനിക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനും വയ്യ,
പാറുണ ബുക്കെടുത്ത് ബെഡിലേക്ക് ഇട്ടു. ഇരുന്നു ആലോചിച്ചതും തലയിലൊരു കുഞ്ഞിറ്റ് ബുദ്ധി തെളിഞ്ഞു വന്നു. മിസ്റ്റർ ബർട്ടു, എന്നോടാണോ നിന്റെ കളി? 2 മണിക്കൂർ കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വാ ചോദ്യം ചോദിക്കാൻ. ഞാൻ ആൻസർ പറഞ്ഞു തരാട്ടാ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. കുറേ നേരം കിടന്നുവെങ്കിലും ഉറക്കം വരുന്നില്ല. സമയമാണെങ്കിൽ പതിയെ പോകുന്ന പോലെ അവൾക്ക് തോന്നി. എന്താ ഈ സമയം പോവാത്തേ? ഇത്ര നേരമായിട്ട് 1 മണിക്കൂറായുള്ളോ? ഇനി 1 മണിക്കൂർ കൂടിയുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? അവൾ സ്റ്റഡി ടേബിളിൽ നിന്ന് താടിക്ക് കൈ കൊടുത്ത് ആലോചിച്ചു. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒന്ന് ഫോൺ നോക്കിക്കളയാം. അത് പറഞ്ഞ് അവൾ ഫോൺ എടുത്തു. എന്തപ്പം നോക്കുക? പ്രണവിൻ്റെ പുതിയ ഒരു സോങ് ഇറങ്ങിയിട്ടില്ലേ, ഹൃദയ മൂവിയിലെ. എന്തായാലും അത് നോക്കാം. അത് പറഞ്ഞ് അവൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പാട്ടെടുത്തു. നിന്നെ ഞാൻ, ആ പാട്ട് കേട്ടോ, നല്ല അടിപൊളി സോങ് ആണല്ലോ. അവൾ ഒന്നുകൂടെ ആ പാട്ട് റിപ്പീറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് നേരം ഫോണിൽ കളിച്ചതും സമയം പെട്ടെന്ന് പോയ പോലെ അവൾക്ക് തോന്നി. ശിവ താഴേന്ന് മുകളിലേക്ക് വരുന്ന ശബ്ദം കേട്ടതും ബെഡിലേക്കിട്ട് ബുക്കെടുത്ത് സ്റ്റഡി ടേബിളിൽ വെച്ചു. ശേഷം ബുക്ക് നിവർത്തി ബുക്കിന് മുകളിൽ തല വെച്ചു. ഒരു പേനയും എടുത്ത് കയ്യിൽ പിടിച്ച് കണ്ണടച്ചവിടെ കിടന്നു. പുറമേ നിന്ന് വന്നാൽ ഇപ്പോൾ ഞാൻ പഠിച്ച് ക്ഷീണിച്ച പോലെ തോന്നും. അപ്പം ശിവ എന്നെ വന്ന് നോക്കുന്നു. അവൻ എന്നെ നോക്കുമ്പോൾ ഞാൻ പഠിച്ച് ക്ഷീണിച്ച് ഉറങ്ങുന്ന പോലെ തോന്നുന്നു. എന്നെ കണ്ട് പാവം തോന്നിയിട്ട് അവനൊന്നും മിണ്ടാതെ തിരികെ പോന്നു. ഇതേപോലുള്ള ഐഡിയ നിനക്ക് മാത്രമേ കിട്ടൂ തുമ്പി. അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു. അവൾ പ്ലാൻ ചെയ്ത പോലെ ശിവ വന്ന് അവളെ നോക്കി തിരികെ പോയി. ശിവ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് മനസ്സിലായതും അവൾ കണ്ണു തുറന്ന് എണീറ്റിരുന്നു. സമാധാനം. ഇനി ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് താഴേക്ക് പോയാൽ മതി, അതാ നല്ലത്. അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നതും മുറിയിലേക്ക് ആരോ വരുന്ന പോലെ ശബ്ദം കേട്ടു. അവൾ വേഗം കുറച്ചു മുമ്പ് ചെയ്ത പോലെ ബുക്കിൻ്റെ മുകളിൽ തല വെച്ച് കയ്യിലൊരു പേനയും പിടിച്ച് കണ്ണടച്ച് കിടന്നു. റൂമിലേക്ക് ആരോ വന്ന് കയറി എന്ന് മനസ്സിലായതും അവളൊന്നും അറിയാത്ത പോലെ ഉറങ്ങുന്ന പോലെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഒരു ശബ്ദം കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ അതാ തൻ്റെ മുമ്പിൽ കൈ കെട്ടി നിൽക്കുന്ന ദേവയും രേവതിയും. അവരുടെ തൊട്ടപ്പുറത്തായി ചുമരും ചൈരി ശിവയും നിൽക്കുന്നുണ്ട്. അവരെ 3 പേരെയും കണ്ടതും അവളുടെ മനസ്സിലെന്തോ ഒരു അപായമണി മുഴുകി. അവൾ പതിയെ കണ്ണു തുറന്നുറങ്ങി എഴുന്നേൽക്കുന്ന പോലെ കാണിച്ചു. നിങ്ങളെപ്പോൾ വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. പഠിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയി. അവൾ ഓവർ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞതും അവർ 3 പേരും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? എന്തെന്നെ ഇങ്ങനെ നോക്കണേ? അവരുടെ നോട്ടം കണ്ട് പാർവണ ചോദിച്ചു. അപ്പം ഇത്ര നേരം പഠിച്ച് ക്ഷീണിച്ച് നീ ഉറങ്ങിയതാണല്ലേ? ശിവ അവളെ നോക്കി ചോദിച്ചു. പാർവണയാണെങ്കിൽ അതേ രീതിയിൽ തലയാട്ടുകയും ചെയ്തു. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. രേവതി അവളെ നോക്കി പറഞ്ഞു. പാർവണ ഒന്നും മനസ്സിലാവാതെ അവർ 3 പേരെ മാറി മാറി നോക്കി. തല തിരിച്ചു വെച്ച് ബുക്ക് നോക്കിയാ എങ്ങനെയാ എത്ര നേരം പഠിച്ചത്? ശിവ അവളെ നോക്കി ചോദിച്ചപ്പോഴാണ് തൻ്റെ മുമ്പിൽ തിരിച്ചു വെച്ചിരിക്കുന്ന ബുക്ക് അവൾ കണ്ടത്. അയ്യോ, അബദ്ധം പറ്റിയല്ലോ മഹാദേവ. ശിവ വന്നപ്പോൾ പെട്ടെന്ന് തിരക്കിലെ ബുക്ക് ടേബിളിന് മുകളിൽ നിന്ന് എടുത്തു വെച്ചതാണ്. പക്ഷെ തല തിരിച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല, അവൾ സ്വയം പറഞ്ഞു. സോറി പറു, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങ് തിരിച്ചെടുക്കുക. എക്സാം കഴിയുന്നവരെ നീ ഇവിടെ നിന്നാൽ മതി. നിനക്ക് ഇത്രയും കുനിറ്റ് ബുദ്ധിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ പോയാൽ നീ എക്സാമിന് പൊട്ടുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് പഠിച്ചോട്ടോ. ദേവ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് കളിയായി പറഞ്ഞു. അയ്യോ സോറി, ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യില്ല. പ്രോമിസിന് മുതൽ ഞാൻ പഠിക്കാം, ശരിക്കും പഠിക്കാം. പറഞ്ഞ അവരെ 3 പേരെ നോക്കി പറഞ്ഞെങ്കിലും അവരൊരു ദാക്ഷിണ്യമില്ലാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അയ്യോ എന്താല്ലേ, കുറേ വെള്ളിയുണ്ട് കേട്ടാ. എന്നാലും ഒന്ന് ക്ഷമിച്ച് നല്ല രീതിക്ക് കേട്ട് സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെന്താ, ഇവരുടെ ഫൈറ്റിംഗ് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പോയാ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് ചിരിച്ച് പോവുക. പിന്നെ ഞാനത് റെക്കോർഡ് ചെയ്യണം. പോസ് ചെയ്തിട്ട് ചിരി നിർത്തിയിട്ടാണ് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണത്. എന്തോ വല്ലാത്തൊരു സന്തോഷം. ആദ്യമായിട്ടാണ് മറ്റുള്ളവരെ ഫൈറ്റ് കണ്ടിട്ട് ചിരി വരണമെന്നല്ലേ, വല്ലാത്ത ചിരി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.